ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഹീറോയിനെ ഓർത്ത് വിഷമിച്ചിരിക്കുന്ന നമ്മുടെ കിങ്ങിന്റെ അടുത്ത് കോങ് വന്ന് പറയുന്നു, ഒരു സന്തോഷ വാർത്തയുണ്ട്. നമ്മുടെ എമിസേരിയുടെ കയ്യിൽ താങ്കൾ ഏൽപ്പിച്ച താങ്കളുടെ ബെൽറ്റ് ടാഗ് കിട്ടിയിരിക്കുന്നു. നമ്മുടെ മിലിറ്ററിയിലോട്ടുള്ള റിലീഫ് ഫുഡ് എത്തിച്ചുകൊണ്ടിരിക്കുന്ന സായി ഫാമിലി എസ്കോർട്ടാണ് അവരുടെ വണ്ടിയിൽ നിന്നും ഈ ഒരു ടാഗ് കിട്ടിയെന്ന് പറഞ്ഞ് ഒഫീഷ്യൽസിനെ ഏൽപ്പിച്ചത്. മിക്കവാറും എമിസേരി അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ നമ്മുടെ കിങ് പറയുന്നു, സായി ഫാമിലിയുടെ വീടുള്ളത് യാങ് സിറ്റിയിലല്ലേ, എന്നാൽ നമുക്ക് എല്ലാവർക്കും ഇന്ന് തന്നെ അങ്ങോട്ട് പുറപ്പെടാമെന്ന് പറഞ്ഞ് ധൃതിയിൽ അവരെല്ലാവരും അങ്ങോട്ട് പുറപ്പെടുന്നു. കിങ് എന്തിനാ പോകുന്നതെന്നുള്ള കാര്യം പാലസിലുള്ള മറ്റുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് വാനറിനെ കൂട്ടിയിട്ട് സമ്മർ ക്യാമ്പിൽ പോവുകയാണെന്നും പറഞ്ഞാണ് അവൻ പുറപ്പെട്ടത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കെ വാനറിനോട് കിങ് ചോദിക്കുന്നു, 2 ദിവസം കൂടി കഴിഞ്ഞാൽ പ്രിൻസ് ഹീജിങ് ബോർഡറിലോട്ട് പോകും, നീയും അവന്റെ കൂടെ പോകാൻ തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് സന്തോഷത്തോടെ അതെ ഞാൻ തയ്യാറാണ് എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ കിങ് പറയുന്നു, അങ്ങനെയാണെങ്കിൽ പ്രിൻസ് ഹീജിങ്ങിനോട് സമ്മർ ക്യാമ്പ് വഴി പോകാൻ പറയാം, അങ്ങനെ ആവുമ്പോൾ നിനക്കും അവന്റെ കൂടെ പോവാലോ, നീ ഇനി തൊട്ട് ക്യൂനല്ല വെറും വാനർ ആയിരിക്കും എന്ന് അവൻ പറയുമ്പോൾ അവൾ അത് സന്തോഷത്തോടെ അംഗീകരിക്കുന്നു. അങ്ങനെ ആ ഒരു ക്യാമ്പിൽ വാനറിനെ നിർത്തിയിട്ട് കിങ്ങും കോങ്ങും ലൂവും കൂടി യാങ് സിറ്റിയിലോട്ട് പുറപ്പെട്ടു. അങ്ങനെ യാങ് സിറ്റിയിലെ കാഴ്ചകൾ കണ്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കെ കോങ് ഓടി വന്ന് നമ്മുടെ കിങ്ങിനോട് പറയുന്നു, സായി ഫാമിലിയുടെ ഒരു കട ഇവിടെ അടുത്തുണ്ട്, നമുക്ക് അവിടെ പോയി നോക്കാം എന്ന് പറഞ്ഞ് അവർ പോയി നോക്കുമ്പോൾ അവിടെ അവർ വാഷിംഗ് മെഷീനും ഫാനും എല്ലാം കാണുന്നു. ഇതൊക്കെ കണ്ടിട്ട് അവിടുത്തെ ഷോപ്പ് കീപ്പറിനോട് അവൻ ചോദിക്കുന്നു, ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാ കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ അറിയില്ല, പക്ഷേ ഈ യാങ് സിറ്റിയിൽ ഞങ്ങളുടെ കടയിൽ മാത്രമേ ഇതുള്ളൂ, നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെ വാങ്ങണം, വേറെ എവിടെയും കിട്ടത്തില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ഒരു ഡൗട്ട് തോന്നിയിട്ട് നമ്മുടെ ഹീറോയിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചിട്ട് അയാളോട് ചോദിക്കുന്നു, താങ്കൾ ഈ ലേഡിയെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല, ഞാൻ എവിടെയും കണ്ടിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ കിങ് കുറച്ച് പൈസ എടുത്ത് കൊടുത്തിട്ട് പറയുന്നു, എനിക്ക് ഈ സാധനങ്ങൾ ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, അതുകൊണ്ട് തന്നെ ഇതാരാ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ അവരെ എന്നെ വന്ന് കാണാൻ പറയണം, ഞാൻ 2 ദിവസം ഇവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞ് അയാളെ ഏൽപ്പിക്കുന്നു. ഇപ്പുറത്ത് ലേഡീസ് ആയിക്കുള്ള പ്രൊപ്പോസൽസ് വന്നുകൊണ്ടേ ഇരിക്കുന്നു. എത്രയൊക്കെ ഫോട്ടോസ് കണ്ടാലും അവൾക്കതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഫോട്ടോയിൽ കാണുന്ന പോലെയൊന്നും അല്ല ഇവരെന്ന് സായി പറയുമ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുന്നു, അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് പുറത്ത് പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളെ കണ്ടുപിടിക്കാം എന്ന് പറയുന്നു. ഇപ്പുറത്ത് നമ്മുടെ കിങ്ങും കൂട്ടരും ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോൾ അവിടുത്തെ വെയിറ്റർ നമ്മുടെ കിങ്ങിനോട് ചോദിക്കുന്നു, താങ്കൾ എവിടെ നിന്നാ വരുന്നത്, ഇവിടുത്തെ സായി ഫാമിലിയിലെ ലേഡിയെ കാണാൻ വന്ന ചെറുക്കനാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല, ഞങ്ങൾ ഇവിടെ ഒരു കച്ചവടം ഉറപ്പിക്കാൻ വന്നതാണ് എന്ന് പറയുന്നു. ഇവിടെ സായി ഷൂവും തന്റെ വരനെ അന്വേഷിച്ചു വന്നത് അതേ ഹോട്ടലിൽ തന്നെ ആയിരുന്നു. അവരവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കെ അപ്പുറത്ത് മാജിക് ഷോ നടക്കുന്നത് അറിഞ്ഞ് അങ്ങോട്ട് പോയി അത് കാണാൻ വേണ്ടി ആൾക്കൂട്ടത്തിനിടയിൽ നിന്നപ്പോൾ സായിഷുവിന്റെ തോഴിയുടെ കയ്യിലുള്ള പേഴ്സ് ആരോ കട്ടെടുത്തു. അയ്യോ, എന്റെ പേഴ്സ് കാണാനില്ല, ആരോ എന്റെ പേഴ്സ് കട്ടെടുത്തു എന്ന് പറഞ്ഞ് അവൾ അലറുന്നത് കണ്ടിട്ട് നമ്മുടെ കിങ് താഴോട്ട് ചാടി വന്ന് ആ കള്ളനെ പിടിക്കുകയും അവളുടെ പേഴ്സ് അവളെ ഏൽപ്പിക്കുകയും ചെയ്തു. അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ഹീറോയിനെ കണ്ടുമുട്ടുന്നത്. കിങ്ങിനെ കണ്ടപ്പോൾ തന്നെ സായിഷുവിന് മനസ്സിലായി അവനാണ് ബിസിനസ് ഡീലിന് വന്നതെന്ന്. അവൾ അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കെ അവൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഹീറോയിന്റെ കൈ പിടിച്ച് കൊണ്ടുപോകാൻ നിന്നപ്പോൾ അവൾ അത് തടയുകയും എന്റെ തോഴിനെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ആരാ അധികാരം തന്നെയെന്ന് ചോദിച്ചപ്പോൾ ഈ ക്യാഷ് മുഴുവൻ നീ എടുത്ത് ഞാൻ ഇവളെ കൊണ്ടുപോകാന്ന് പറഞ്ഞ് ക്യാഷ് എറിഞ്ഞു കൊടുത്തിട്ട് അവളെ കൊണ്ട് അവൻ പോകുന്നു. അവിടെ മാജിക് ചെയ്ത പയ്യനാട്ടെ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യവും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സായിഷു ആട്ടെ അവളുടെ ആൾക്കാരോട് കിങ്ങിനെയും ഹീറോയിനെയും എത്രയും പെട്ടെന്ന് പിടിച്ചോണ്ട് വരുന്നവർക്ക് ഞാൻ റിവാർഡ് തരുമെന്ന് പറഞ്ഞതോടുകൂടി അവളുടെ എല്ലാ ആൾക്കാരും അവരെ പിടിക്കാൻ വേണ്ടി അവരെ ചേസ് ചെയ്യുന്നു. അവരെ തെരഞ്ഞുപോയ സായിഷു അവർ യാത്ര ചെയ്ത ക്യാരേജ് ഒരിടത്ത് നിൽക്കുന്ന കണ്ടിട്ട് അവരാണോ എന്ന് അറിയാൻ തുറന്നു നോക്കിയതും അതിൽ നിന്ന് ഇറങ്ങി വന്നത് നമ്മുടെ മജീഷ്യനാണ്. നീ ആ മജീഷ്യനല്ലേ, നീ എന്താ ഇതിനകത്ത് ഇരിക്കുന്നത്, അവരെന്തെയും ചോദിച്ചപ്പോൾ അവരൊക്കെ എപ്പോഴും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയി, നിനക്കെന്താ എന്നെ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവളുടെ കൂടെ കളിച്ചും ചിരിച്ചും അവൾ അറിയാതെ അവളുടെ പെൻഡന്റ് കട്ടെടുക്കുന്നു. അവൾ അവിടുന്ന് പോയ ശേഷം അവൻ ആ പെൻഡന്റ് നോക്കി പറയുന്നു, നമുക്ക് വീണ്ടും കാണേണ്ടി വരും കേട്ടോ എന്ന് പറയുന്നു. ഇപ്പുറത്ത് നമ്മുടെ കിങ് ഹീറോയിനോട്, നീ എന്താ ഇത്രയും നാളും എന്നെ അന്വേഷിച്ചു വരാഞ്ഞ്, നീ എന്താ എന്നെ മറന്നോ, നിനക്ക് എന്നെ ഓർമ്മയില്ല, നീ എന്താ എന്നെ അറിയത്തില്ല എന്ന് പറഞ്ഞ് എന്നൊക്കെ ചോദിച്ചപ്പോൾ നമ്മുടെ ഹീറോയിൻ അവളൊരു കൈനോട്ടക്കാരിയെ കണ്ടത് ഓർക്കുന്നു. ആ കൈനോട്ടക്കാരി അവളോട് പറയുന്നു, നീ ഒരു പ്രേമത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്, അതിൽ നിന്നും പുറത്തു വന്നാൽ മാത്രമേ നിനക്ക് നിന്റെ വീട്ടിലോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. അത് ഓർമ്മ വന്നിട്ട് അവൾ കിങ്ങിനോട് പറയുന്നു, നിങ്ങൾക്ക് ആൾ മാറിയതാണ്, ഞാൻ നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല, നിങ്ങൾ എന്നെ വിടണം, എനിക്ക് എന്റെ മാസ്റ്ററിന് അടുത്ത് പോകണം എന്ന് പറഞ്ഞ് ശാഠ്യം പിടിക്കുന്നു. കിങ് എന്തൊക്കെ പറഞ്ഞിട്ടും അവളാണെന്നുള്ള കാര്യം സമ്മതിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നില്ല. നീ സമ്മതിച്ചാലും ഇല്ലേലും നിന്നെ ഇന്ന് ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകും എന്ന് പറഞ്ഞ് കിങ് അവളെ എടുക്കാൻ നിന്നപ്പോൾ അവൾ അത് സമ്മതിച്ചില്ല. ഞാൻ ചെയ്യാനാണ്, നീ എന്നെ ഒന്ന് ഓർത്തു നോക്കൂ, ശരിക്കും നീ എന്നെ മറന്നതാണോ അതോ വേറെന്തെങ്കിലും കാരണം കൊണ്ടാണോ നീ എന്നെ ഒഴിവാക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവൻ അവളെ മാക്സിമം കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് മിസ്സായി എത്തുന്നതും അവരെ കൈയോടെ പൊക്കുന്നതും. എന്റെ മേഡിനെ നിങ്ങൾ കിഡ്നാപ്പ് ചെയ്യാൻ നോക്കുന്നു എന്ന് പറഞ്ഞ് അവൾ കിങ്ങിനെ അടിക്കാൻ ചാട്ടവാറോങ്ങിയതും കിങ് അത് പിടിച്ചു വെക്കുകയും ശരിക്കും നിനക്ക് എന്താ വേണ്ടത് പെണ്ണെ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ എന്നെ കല്യാണം കഴിക്കണം എന്ന് പറയുന്നു. ഇവളുടെ സമ്മതം കിട്ടിയെങ്കിൽ മാത്രമേ എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ എന്ന് നമ്മുടെ കിങ് പറഞ്ഞപ്പോൾ സായി ഹീറോയിനോട് ചോദിക്കുന്നു, നിങ്ങളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞതാണോ, നിനക്ക് ഇയാളെ അറിയോ എന്ന് ചോദിക്കുന്നു. എനിക്ക് ഇയാളെ അറിയ പോലുമില്ല, ഞാൻ ഇയാളെ ആദ്യമായിട്ടാണ് കാണുന്നത് എന്ന് നമ്മുടെ ഹീറോയിൻ പറഞ്ഞപ്പോൾ കിങ് പറയുന്നു, ഞങ്ങൾ വീട്ടിൽ നിന്ന് വരുന്ന
വഴി ഞങ്ങൾക്കൊരു ആക്സിഡന്റ് പറ്റുകയും ഇവളുടെ ഓർമ്മകൾ നഷ്ടപ്പെടുകയും ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഹീറോയിൻ അതിനെ എതിർത്തപ്പോൾ കിങ് പറയുന്നു, നിങ്ങൾ എനിക്ക് കുറച്ച് സമയം തന്നാൽ മതി, ഇവളുടെ ഓർമ്മകൾ ഞാൻ തിരിച്ചു കൊണ്ടുവന്നോളാം എന്ന് പറയുന്നു. അത് കേട്ടിട്ട് സായിഷു പറയുന്നു, എന്തായാലും ഇവൾ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമാണ്, ഇവളുടെ സമ്മതമില്ലാതെ ഇവളെ കൊണ്ടുപോകാൻ പറ്റൂല. ഒരു കാര്യം ചെയ്ത് നിങ്ങൾ വന്ന് ഞങ്ങളുടെ വീട്ടിൽ നിൽക്കും, അതുവഴി എന്റെ അച്ഛൻ വന്ന ശേഷം നമുക്ക് ബിസിനസ് സംസാരിക്കുകയും ഇവളുടെ സമ്മതമുണ്ടെങ്കിൽ ഇവളെയും കൊണ്ട് നിങ്ങൾക്ക് പോവുകയും ചെയ്യാം എന്ന് പറഞ്ഞ് അവരെ അവളുടെ വീട്ടിലോട്ട് ക്ഷണിക്കുന്നു. കിങ്ങും വിചാരിച്ചു അങ്ങനെ ഇവരുടെ വീട്ടിൽ പോയാൽ സായി ഫാമിലിക്കെതിരെയുള്ള കംപ്ലൈന്റിനെ കുറിച്ചും എനിക്ക് അന്വേഷിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് അവനും അവരുടെ കൂടെ പുറകെ പോയി. ഇപ്പുറത്ത് ആ മജീഷ്യന്റെയും അയാളുടെ ബോഡി ഗാർഡ്സിന്റെയും സംസാരത്തിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നു ആ മാജിക് ഷോയും മോഷണവും എല്ലാം തന്നെ സായിഷുവിന്റെ അറ്റൻഷൻ പിടിച്ചു പറ്റാൻ വേണ്ടി ഇവർ കളിച്ച കളിയായിരുന്നു. കള്ളനെ പിടിച്ച് സായിയുടെ മുമ്പിൽ ഹീറോ ആവേണ്ട ചാൻസ് ആണ് നമ്മുടെ കിങ് തട്ടിയെടുത്തത്. കിങ്ങിനെ സായിഷു വീട്ടിലോട്ട് കൊണ്ടുപോയി എന്നുള്ള കാര്യം ബോഡി ഗാർഡ്സ് അയാളോട് പറയുന്നു. ഇവിടെ ലൂ കോങ്ങിനോട് എമിസേരിയെ കെട്ടിപ്പൂട്ടി അങ്ങ് കൊണ്ടുപോയാൽ പോരെ എന്ന് പറഞ്ഞപ്പോൾ കോങ് പറഞ്ഞു കിങ് അവരെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ലൂ അന്തം വിടുന്നു. ഇതെപ്പോ സംഭവിച്ചു, ഞാനിതൊന്നും അറിഞ്ഞില്ലല്ലോ എന്ന് പറയുന്നു. ഇപ്പുറത്ത് സായി ഫാമിലിയിലെത്തിയ കിങ് തൻ്റെ പേര് യാനാണെന്നും തനിക്ക് കച്ചവടമാണ് പണിയെന്നും തനിക്ക് ഇപ്പോൾ അടുത്ത് തന്നെ ഒരു മിലിറ്ററി സപ്ലൈ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അതിന് എസ്കോർട്ടായിട്ട് സായി ഫാമിലിനെ ഞാൻ റെക്കമെൻഡ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. സായി ഷൂവിൻ്റെ കൂടെ ബിസിനസ് ഡീലിൽ നടത്തിയപ്പോൾ തന്നെ ഇവൻ ചില്ലറക്കാരനല്ല എന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലായി. അങ്ങനെ അവർക്കുള്ള റൂംസും കാര്യങ്ങളും അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹീറോയിനെയാണ് അവരുടെ കൂടെ പറഞ്ഞു വിടുന്നത്. അവർ പോയ ശേഷം സായിഷുവിനെ അന്വേഷിച്ച് അവിടെ ഒരാൾ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം അവിടുത്തെ കാവൽക്കാരൻ വന്ന് പറയുന്നു. നോക്കുമ്പോൾ അത് വേറെ ആരുമല്ല, നമ്മുടെ മജീഷ്യനാണ്. നീ ആരാ, നീ എന്തിനാ ഇവിടെ വന്നതെന്ന് അവൾ ചോദിച്ചപ്പോൾ നിനക്ക് എൻ്റെ മുഖം കണ്ടിട്ട് തീരെ ഓർമ്മ വരുന്നില്ലേ, വേണ്ടെങ്കിൽ വേണ്ട, ദാ ഇത് എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ആ പെൻഡന്റ് അവൻ കാണിച്ചതും അയ്യോ ഇത് എൻ്റെ പെൻഡന്റ് അല്ലേ എന്ന് പറഞ്ഞ് അവൾ അത് വാങ്ങാൻ ഓടി വന്നു. അങ്ങനെ ആ പെൻഡന്റിന് വേണ്ടിയിട്ട് അവർക്കിടയിലും നല്ലൊരു ഫൈറ്റ് നടന്നു. നമ്മുടെ കിങ്ങിനെ പോലെ തന്നെ അവനും നല്ലൊരു ഫൈറ്റർ ആയിരുന്നു, അതുകൊണ്ട് അവനാണ് ജയിച്ചത്. അപ്പോൾ അവൻ പറഞ്ഞു, ഈ ഫൈറ്റിംഗ് നിർത്തിയിട്ട് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുകയാണ് ണെങ്കിൽ നിനക്ക് ആ ചെറുക്കനെയും എനിക്ക് ആ പെണ്ണിനെയും കിട്ടും, ഞാൻ അവൾക്ക് വേണ്ടിയാണ് ഇവള് വന്നത് എന്ന് പറയുന്നു. അതിന് അവൾ സമ്മതിക്കുകയും ചെയ്യുന്നു. ഇപ്പുറത്ത് നമ്മുടെ ഹീറോയിൻ കിങ്ങിനുള്ള ബെഡൊക്കെ വൃത്തിയാക്കിയിട്ട് പോകാൻ നിന്നപ്പോൾ അവളെ തടഞ്ഞു വെച്ചിട്ട് കിങ് പറയുന്നു, നീ മറവി അഭിനയിക്കല്ലേ, നീ ഒന്നും മറന്നിട്ടില്ല എന്ന് എനിക്ക് നല്ലോണം അറിയാം, നീ എൻ്റെ ലീമെമ്മൻ തന്നെയാണ്, നീ എന്തിനാ അഭിനയിക്കുന്നത്? സായി ഫാമിലിയുടെ കടയിൽ ഞാൻ വാഷിംഗ് മെഷീനും ഫാനും ഒക്കെ കണ്ടു, ദാ കണ്ടോ, നീ എനിക്ക് തന്ന അതേ ഡിസൈനാണ് അവിടെയും ഉള്ളത്, അവർക്ക് എങ്ങനെ അത് കിട്ടി, നീ എന്നോട് കള്ളം പറയാണ് എന്നൊക്കെ പറഞ്ഞ് തെളിവ് സഹിതം കാണിച്ചു കൊടുത്തപ്പോൾ അവൾക്ക് അതിലൊന്നും എതിര് പറഞ്ഞ് നിൽക്കാൻ കഴിയാതായ അപ്പോൾ അവൾ അവിടുന്ന് ഇറങ്ങി ഓടി ചെന്ന് പെട്ടതാട്ടെ മജീഷ്യന്റെ മുന്നിലോട്ട്. അവൻ അവളെ പരിചയപ്പെടാൻ വേണ്ടി കൈ നീട്ടിയതും നമ്മുടെ കിങ് തടഞ്ഞു വെച്ചിട്ട് നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ മിസ്സായി, നിങ്ങളെ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയും നമ്മുടെ ഹീറോയിനെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരും നല്ലോണം മത്സരിക്കുന്നുണ്ടായിരുന്നു. ഫുഡിന്റെ ഇടയിൽ പീനട്ട് സോപ്പ് കൊണ്ടുവന്ന് വെച്ചപ്പോൾ അത് ഹീറോയിൻ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മജീഷ്യൻ പോയപ്പോൾ മജീഷ്യനെ തടഞ്ഞു വെച്ചപ്പോൾ മജീഷ്യന്റെ കയ്യിലോട്ട് അത് തെറിക്കുകയും മജീഷ്യന്റെ കൈ ഹീറോയിൻ തോർത്തി കൊടുക്കാൻ നിന്നപ്പോൾ മജീഷ്യന്റെ കയ്യിൽ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ടാറ്റു കിങ് കാണുകയും അത് നോട്ട് ചെയ്യുകയും ചെയ്തു. കിങ്ങിന് അലർജിയാണെന്നുള്ള കാര്യം ഹീറോയിന് അറിയാമായിരുന്നു, അതുകൊണ്ട് ഹീറോയിനെ ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ മനഃപൂർവ്വം പീനട്ട് സൂപ്പ് എടുത്ത് കുടിക്കുകയും ഹീറോയിൻ അറിയാതെയാണെങ്കിലും കുടിക്കരുത് എന്ന് പറഞ്ഞപ്പോഴത്തേനും എന്തുകൊണ്ട് കുടിച്ചൂടാ എന്ന് ഹീറോ ചോദിച്ചപ്പോൾ അത് ചൂടാണ്, ചൂടാറിയിട്ട് കുടിച്ചാൽ മതി എന്ന് അവളൊന്നും അറിയാത്ത പോലെ പറഞ്ഞു. അവളെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ മനഃപൂർവ്വം അത് കുടിക്കുകയും ചെയ്തു. അവൾക്കൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. സൂപ്പ് കുടിച്ച പാരെ അവന്റെ അലർജി ട്രിഗർ ചെയ്യുകയും അവൻ അവിടെ ബോധം കെട്ട് വീഴുകയും ചെയ്തു. വളരെ കുറച്ച് സൂപ്പ് മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ അവന് ബോധം പെട്ടെന്ന് തിരിച്ചു കിട്ടിയെങ്കിലും അവന്റെ ശരീരമാകെ റാഷസ് വന്നിരുന്നു. ഇതെല്ലാം കണ്ടു നിന്ന കോങ്ങും പറഞ്ഞു, കിങ്ങെ ചിലപ്പോൾ ശരിക്കും എമിസേരിക്ക് ഓർമ്മ നഷ്ടപ്പെട്ട് കാണും എന്ന് പറഞ്ഞപ്പോൾ മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിൽ പോലും നമ്മുടെ കിങ്ങും അത് അംഗീകരിക്കാൻ തുടങ്ങി. അവിടെ നിന്നും പുറത്തു വന്ന സായിഷുവിന്റെ കയ്യിൽ ഹീറോയിൻ കിങ്ങിന്റെ റാഷസിന് പുരട്ടാൻ ഒരു ഓയിൻമെന്റ് കൊടുത്തു. അവൾ അത് കിങ്ങിന് കൊടുത്തു. ഓയിൻമെന്റ് തേച്ചോണ്ടിരിക്കെ ലൂ പറയുന്നു, എന്നാലും എമിസേരി എത്ര ദുഷ്ടിയാണ്, അവളൊന്ന് വന്ന് നോക്കിയത് പോലുമില്ലല്ലോ, കിങ് അവളെ എത്ര സ്നേഹിച്ചതാണ്, ഒരു നന്ദിയില്ലാത്തവളാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവനോട് ദേഷിച്ചിട്ട് കിങ് അവിടുന്ന് ഇറങ്ങിപ്പോകുന്നു. ഇപ്പുറത്ത് നമ്മുടെ ഹീറോയിൻ ആട്ടെ, എന്നാലും ജിയാൻ ഇത് എന്ത് പണിയാ ചെയ്തത്, സ്വന്തം ജീവൻ കളഞ്ഞിട്ട് വേണോ എന്നെ ടെസ്റ്റ് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷൻ അടിച്ച് നടക്കുന്നു. ഇപ്പുറത്ത് നമ്മുടെ ഹീറോയോട് കോങ് വന്ന് പറയുന്നു, സായി ഫാമിലിയെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു, അവർ വളരെ നല്ല ഫാമിലിയാണ്, അവർ വിശ്വസ്തരാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ കിങ് പറയുന്നു, നീ ആ ലീ ടാവോയെ കുറിച്ച് അന്വേഷിക്കണം, അവൻ ശരിക്കും മജീഷ്യൻ ഒന്നും അല്ല, അവന്റെ കയ്യിലെ ടാറ്റു ഞാൻ കണ്ടു, അത് ഷിമി റോയൽ ടാറ്റു ആണ്, അവനെ കുറിച്ച് നീ ശരിക്കും അന്വേഷിക്കണം, അവന്റെ ഒരു ഏജ് വെച്ച് നോക്കുകയാണെങ്കിൽ ഷിമി കിങ്ങിന്റെ രണ്ടാമത്തെ മോനാവാനാണ് ചാൻസ് എന്നൊക്കെ പറഞ്ഞ് അവനെ അവിടുന്ന് പറഞ്ഞു വിടുന്നു. ഇപ്പുറത്ത് നമ്മുടെ ഹീറോയിൻ പറയുന്നു, ചിയാൻ നിന്നെ കണ്ടപ്പോൾ തന്നെ ഓടി വന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നിയെങ്കിലും നിന്നിൽ നിന്നും അകലുന്നതാണ് നമുക്ക് രണ്ടുപേർക്കും നല്ലത് എന്ന് പറഞ്ഞ് അവനെ ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ഹീറോ ഉറങ്ങിക്കൊണ്ടിരിക്കെ അവന് തണുക്കാതിരിക്കാൻ വേണ്ടി അവനെ കോട്ടുകൊണ്ട് മൂടിക്കൊടുക്കുകയും അത് ഹീറോയിനാണെന്ന് കരുതി അവളെ കയറി പിടിച്ചു നോക്കിയതും അത് ലൂ ആയിരുന്നു. എന്താ ഇവിടെ, നീയാണോ എന്നെ ഈ കോട്ട് കൊണ്ട് പൊതിപ്പിച്ചെന്ന് ചോദിച്ചപ്പോൾ അല്ല, ഞാൻ ഇപ്പോൾ വന്നതേ ഉള്ളൂ, ഞാൻ വന്നപ്പോഴത്തേക്കിനും ആ കോട്ട് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ കിങ്ങിന് ഒരുപാട് സന്തോഷമാവുന്നു. അത് ഹീറോയിനായിരിക്കും അവനെ പൊതിപ്പിച്ചത് എന്ന് കരുതി. അപ്പോഴത്തേനും സായിഷു അവന് കുടിക്കാനുള്ള ജിഞ്ചർ സൂപ്പ് കൊണ്ടുവന്നു. അവളോട് ചോദിച്ചു, ഇത് ആരുടെ കോട്ട എന്ന് ചോദിച്ചപ്പോൾ അത് എന്റെയാണെന്ന് പറഞ്ഞപ്പോൾ അവൻ വളരെ നിരാശയോടെ ആ കോട്ട് താഴെ ഇടുന്നു.
അത് അവൾക്ക് സങ്കടമായെങ്കിലും അവൾ പുറമേ കാണിക്കാതെ അവന് കൊണ്ടുവന്ന ജിഞ്ചർ സൂപ്പ് കൊടുക്കുന്നു. എന്നിട്ട് അവൾ പറയുന്നു, ഇന്ന് യാങ് സിറ്റിയിലെ വലിയൊരു ഫെസ്റ്റിവലാണ്, നിങ്ങൾ എൻ്റെ കൂടെ പുറത്തു വരുമോ എന്ന് ചോദിച്ചപ്പോൾ കിങ് പറയുന്നു, ഇല്ല എനിക്ക് പറ്റില്ല, ഞാൻ ഇപ്പോഴും റിക്കവർ ചെയ്തു വരുന്നേ ഉള്ളൂ. നിങ്ങൾ ലീറ്റാവോനെയും കൂട്ടി പോയിക്കോ എന്ന് പറഞ്ഞപ്പോൾ അത് പിന്നെ അയാൾ മെമ്മങ്ങനെ കൂട്ടി എപ്പോഴോ പോയല്ലോ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കിങ് ഷോക്ക് ആവുകയും അപ്പം തന്നെ അവൻ പറഞ്ഞു, ഇപ്പൊ എനിക്ക് നല്ല ആശ്വാസമുണ്ട്, നിങ്ങൾ തന്ന ക്രീം വളരെ നല്ലതാണ്, അതേതാ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറയുന്നു, അതേതാന്ന് എനിക്കും അറിയില്ല, ലീ മെമ്മനാണ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് എന്നെ അത് ഏൽപ്പിച്ചത് എന്ന് പറഞ്ഞപ്പോൾ അവൻ പറയുന്നു, എനിക്ക് നിങ്ങളൊരു സഹായം ചെയ്യുമോ, ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യുമോ എന്ന് ചോദിക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് എപ്പിസോഡിന് വേണ്ടിയിട്ട് നെക്സ്റ്റ് എന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്